കേരള ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജീവിതമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റേത്. ഉജ്ജ്വല സമരങ്ങൾ നയിച്ച് കേരളത്തിന് വഴികാട്ടിയ ജനകീയ നേതാവ്. അതിൽ പ്രധാനമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ഒക്ടോബർ 24 പുന്നപ്രയിലും 27 വയലാറിലുമുണ്ടായ രക്തച്ചൊരിച്ചിലിൽ എത്ര പേർ മരിച്ചെന്ന് ഇന്നും കൃത്യമായ കണക്കില്ല. തിരുവിതാംകൂർ ദിവാന്റെ പട്ടാളവുമായുള്ള തൊഴിലാളികളുടെ പോരാട്ടത്തിനെ മുന്നിൽ നിന്ന് നയിച്ച നായകൻ. വാരിക്കുന്തവും കോടാലിയും കരിങ്കല്ലുമായി ഏറ്റുമുട്ടുമ്പോൾ തൊഴിലാളികളുടെ നെഞ്ചിന് നേരെ പാഞ്ഞു വന്നത് വെടിയുണ്ടകളായിരുന്നു. സമരത്തിലെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു വി എസ്. പാർട്ടി നിർദ്ദേശപ്രകാരം ആലപ്പുഴയിലെത്തിയ വി എസ് നിരവധി ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. രക്തരൂക്ഷിത സമരത്തിനൊടുവിൽ വി എസ് ദിവാൻ CP-യുടെ പോലീസിന്റെ പിടിയിലായി. തുടർന്ന് ക്രൂരമർദ്ദനമായിരുന്നു. ഇരുകാലുകളും ലോക്കപ്പിന്റെ അഴികളിലൂടെ പുറത്തേക്ക് വെച്ച് കാലുകളിൽ ലാത്തി കെട്ടിവെച്ച് മർദ്ദിച്ചു. പാർട്ടി നേതാക്കളെക്കുറിച്ച് ചോദിച്ചായിരുന്നു മർദ്ദനം. തോക്കിന്റെ ബയണറ്റ് കാലിൽ കുത്തിയിറക്കി. പാദം തുളഞ്ഞപ്പോൾ വി എസിനെ പോലീസുകാർ ആശുപത്രിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ തീക്ഷണാനുഭവങ്ങളിൽ നിന്നും കരുത്താർജിച്ച വി എസ് അനുഭവങ്ങളുടെ തീച്ചൂളകൾ ഏറെക്കടന്നാണ് കേരളത്തെ നയിക്കാവുന്ന നിലയിൽ നായക നിരയിലേക്കെത്തിയത്. വിട പറയുന്നത് പകരക്കാരനില്ലാത്ത നേതാവാണ്, കേരളത്തിന്റെ സ്വന്തം വി എസ്. PCV, തൃശൂർ.